എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ മൊഡ്യൂൾ 2 നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അതിന്റെ ഒരു ലേ ഔട്ടും പിന്നെ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ പല പല സ്റ്റെപ്പുകളും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരു ടൗണിലേക്ക് അല്ലെങ്കിൽ ഒരു സിറ്റിയിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ അതൊരു പ്യൂരിഫൈഡ് ഫോമിൽ വേണം കൊടുക്കാൻ. ചിലപ്പോൾ നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ചിലപ്പോൾ റിവർ ഒക്കെ ആയിരിക്കാം. അപ്പൊ അവിടെ നിന്നുള്ള വെള്ളം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റോ വാട്ടറിനെ ട്രീറ്റ് ചെയ്ത് പ്യൂരിഫൈഡ് ആക്കിയിട്ട് വേണം പബ്ലിക്സിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? വാട്ടറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക്സിലൊക്കെ മാറ്റം വരുത്താം. ഓക്കെ, സോ ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടർ മെയിൻ ആയിട്ട് 8 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഒന്നാമത്തേതാണ് സ്ക്രീനിങ്, പിന്നെ അടുത്തത് പ്ലെയിൻ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, എയറേഷൻ, സോഫ്റ്റനിങ് ആൻഡ് ലാസ്റ്റ് വൺ അത് മിസലേനിയസ് ട്രീറ്റ്മെന്റ്സ് ആണ്, സച്ച് ആസ് ഫ്ലൂറിഡേഷൻ, റീകാർബണേഷൻ, ഡീസലൈനേഷൻ. അങ്ങനെ അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രീറ്റ്മെന്റ് ഓഫ് വാട്ടറിന്റെ സ്റ്റെപ്പുകളാണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ഇപ്പൊ ലേ ഔട്ട് പ്ലാൻ ഓഫ് എ കൺവെൻഷണൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താ? വാട്ടർ ഫ്രം ഇൻടേക്ക് സ്ട്രക്ചേഴ്സ്. അതിനുശേഷം അതിനെ സ്ക്രീൻ ചെയ്യണം. പിന്നെ ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നു. പ്ലെയിൻ സെഡിമെന്റേഷൻ, ദെൻ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ, ദെൻ ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, എയറേഷൻ, സോഫ്റ്റനിങ്, ഇപ്പൊ പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മിസലേനിയസ് ട്രീറ്റ്മെന്റ്സ്. ഓക്കെ, ഇതാണ് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഒരു ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട്, ഇതും അതിന്റെ ഒരു ലേ ഔട്ട് ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ക്രീനിങ് ആണ് ആദ്യത്തെ. സ്ക്രീനിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള പേരായിരിക്കും അല്ലെ. നമ്മളിങ്ങനെ വാട്ടർ റിവറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് എന്താ പറയുക, വലിയ വലിയ ഒബ്ജക്ട്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും. ട്രീസ്, ബ്രാഞ്ചസ്, സ്റ്റിക്ക്, വെജിറ്റേഷൻ, ഫിഷ്, ആനിമൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മൾക്കൊരു ലാർജ് ക്വാണ്ടിറ്റി വെള്ളം എടുക്കുമ്പോൾ അതിൽ ഒരുപാട് അങ്ങനത്തെ മെറ്റീരിയൽസ് ഉണ്ടാവും. അത് നമുക്ക് പൈപ്പിൽ കൂടി സപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, സ്ക്രീനിങ്. അപ്പൊ സ്ക്രീനിങ്ങിൽ വലിയ വിസിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ മാറ്റുക. ഓക്കെ, വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുക. അതായത് നമ്മൾ ഒരു അരിപ്പയിൽ കൂടി വെള്ളം ഒഴിക്കുന്ന പോലെ. അപ്പൊ നമുക്കറിയാലോ, ഈ വലിയ സാധനങ്ങളൊക്കെ അവിടെ തങ്ങി നിന്നിട്ട് ബാക്കിയുള്ള വെള്ളമാണ് അങ്ങോട്ട് വരിക. അതാണ് നമ്മുടെ സ്ക്രീനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗ് സൈസ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മൾ സ്ക്രീനിങ് വഴി റിമൂവ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് പ്ലെയിൻ സെഡിമെന്റേഷൻ. ഓക്കെ, പ്ലെയിൻ സെഡിമെന്റേഷനിൽ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ കോഴ്സർ ആയിട്ടുള്ള സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. അതായത് വാട്ടറിൽ കലങ്ങി കിടക്കുന്ന സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വലിയ സെഡിമെന്റേഷൻ ബേസിലൊക്കെ കുറെ നേരം വാട്ടർ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യും, താഴത്തേക്ക് സെറ്റിൽ ചെയ്യും. അതിനെയാണ് നമ്മൾ പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. വെറുതെ ഒരു വെള്ളം എന്ത് ചെയ്യാണ്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫിഗർ ഇത് കണ്ടല്ലോ. ഈ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇത് കാണുന്നതാണ് സസ്പെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അതെന്ത് ചെയ്യുന്നു? കുറെ കഴിയുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വരും. നമ്മൾ പണ്ട് സ്കൂൾ മുതലേ സയൻസിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമല്ലേ അത്. നമ്മളിങ്ങനെ ചെളിവെള്ളമൊക്കെ കലക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, വെള്ളം ക്ലിയർ ആക്കി എടുക്കുന്ന ആ ഒരു മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കലക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം കഴിയുമ്പോൾ എന്ത് പറ്റും? അതിൽ വലിയ വലിയ സസ്പെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് താഴേക്ക് സെറ്റിലായി വരും. അതാണ് പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കെമിക്കൽ കൊയാഗുലേഷൻ. അതിലെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സെഡിമെന്റേഷന്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കെമിക്കൽസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ കെമിക്കൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ മെറ്റീരിയലും കെമിക്കൽസും കൂടിയൊക്കെ ഒരു മിക്സ് ആയിട്ട് ഫ്ലക്കുലന്റ് ആയിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ആ രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത പ്രോസസ്സാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വീണ്ടും വളരെ ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം.
ഈ സെഡിമെന്റേഷന് ശേഷം. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതെന്ത് ചെയ്യുക, ഒരു ഫിൽറ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും, കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. Then the next process is disinfection. അത് വെള്ളത്തിൽ ഇപ്പം നമ്മൾ എന്താ പറയുക, സസ്പെൻഡഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ഫൈൻ പാർട്ടിക്കിൾസും ഒക്കെയാണ് ഇപ്പം നമ്മൾ റിമൂവ് ചെയ്തത്. ഇനി എന്ത് ചെയ്യാം, അതിനകത്ത് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കാം. ഓക്കെ, പാത്തോജനിക് ബാക്ടീരിയാസ്, വേറെ കുറേ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും. അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ക്ലോറിനേഷനൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ക്ലോറിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, വെള്ളത്തിലുള്ള അണുക്കളൊക്കെ നശിച്ചു പോകും. അപ്പം ഇങ്ങനത്തെ ഓർഗാനിസംസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എയറേഷൻ. അതായത് വെള്ളത്തിന് ഇപ്പം നമ്മൾ ചില സമയത്ത് ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കൈ കഴുകുമ്പോൾ കഴുകുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, ഈ ഒരു ചൊവയുള്ള വെള്ളമാണല്ലോ എന്ന്. വാട്ടർ എന്തായിരിക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കണം അല്ലേ. എന്തെങ്കിലും നമ്മൾ വായിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ചൊവ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു ഇറിറ്റേഷനാണ്. അപ്പം എയറേഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ഇങ്ങനത്തെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഓഡറും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എയറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. ഓസോൺ വെച്ചിട്ട് ഒക്കെയാണ് നമ്മളത് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ നമുക്ക് യൂസ് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിൻ്റെ ഇതേപോലത്തെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഓഡറും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സോഫ്റ്റനിങ്. അതെന്ത് ചെയ്യുക, നമ്മൾ ഹാർഡ്നെസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഹാർഡ് വാട്ടറൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ സോഫ്റ്റനിങ് എന്തിനാന്ന് വെച്ചാൽ ഈ വാട്ടറിന്റെ ഹാർഡ്നെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അതായത് ചിലപ്പോൾ എന്താവാം, വാട്ടർ കുറച്ച് ഹാർഡായിരിക്കാം, നമ്മുടെ പെർമിസിബിൾ ആയിട്ടുള്ള ഒരു ഇതിനേക്കാളും ഹാർഡായിരിക്കാം. അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റനിങ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുക. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള വാട്ടർ ട്രീറ്റ്മെന്റിന്റെ സ്റ്റെപ്പുകൾ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മിസലേനിയസ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഈ ഫ്ലൂറിഡേഷൻ, കാർബണേഷൻ, ഡീസലൈനേഷൻ എന്നൊക്കെ പറയുന്നത്. അതെന്തിനാണ്, അത് മിസലേനിയസ് ആണ്, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പം അവിടെ എന്താ ചെയ്യുന്നത്, ഫ്ലൂറിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ജെൻറ്റൽ പ്രോബ്ലംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണലി ഫ്ലൂറിഡേഷൻ കൊടുക്കുന്നത്. ഇപ്പം ലൈം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ അസിഡിറ്റി റെഡ്യൂസ് ചെയ്യാനും കൊറോസീവ് ആക്ഷൻ കുറയ്ക്കാനൊക്കെ പറ്റും. ഇനി റീകാർബണേഷൻ ആണെങ്കിലോ, നമ്മൾ കാർബൺ ഡയോക്സൈഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം കാർബണേറ്റിൻ്റെ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ ഡിപ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഡീസലൈനേഷൻ എന്ന് വെച്ചാലോ, വാട്ടറിലുള്ള എക്സസ് സോൾട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡീസലൈനേഷൻ ചെയ്യുന്നത്. ഇതെല്ലാം ഒരു മിസലേനിയസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ്. അപ്പം ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ വരുന്ന വാട്ടർ ട്രീറ്റ്മെന്റിന്റെ സ്റ്റെപ്പുകൾ. ഈ 8 എണ്ണം: സ്ക്രീനിങ്, പ്ലെയിൻ സെഡിമെന്റേഷൻ, പിന്നെ സെഡിമെന്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, എയറേഷൻ, സോഫ്റ്റനിങ്, പിന്നെ മിസലേനിയസ് ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഫ്ലോറിഡേഷൻ, റീകാർബണേഷൻ, ലൈമിങ്, ഡീസലൈനേഷൻ, എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് ഇതിനെപ്പറ്റി എല്ലാം നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സൈറ്റ് സെലക്ഷൻ. അതായത് ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുമ്പോൾ അത് ടൗണിനോട് അടുത്ത് തന്നെ ലൊക്കേറ്റഡ് ആയിരിക്കണം. ഓക്കെ, എങ്കിലാണ് നമുക്ക് ഈസി ആയിട്ട് എല്ലായിടത്തേക്കും വെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ട്യൂബ് വെൽ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ട്യൂബ് വെൽ ആണ് നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ടൗണിന്റെ സെൻട്രൽ പാർട്ടിൽ ലൊക്കേറ്റഡ് ആയിരിക്കണം. എങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പബ്ലിക്സിലേക്ക് ഈസി ആയിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ പോയിന്റ്സിലേക്കും പബ്ലിക്സിന്റെ അല്ലെങ്കിൽ ആ സിറ്റിയുടെ എല്ലാ ഏരിയാസിലേക്കും ഒരേപോലെ നമുക്ക് വാട്ടർ എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് സിറ്റി വളരെ വലുതാണെന്ന് വെച്ചോ, അപ്പം നമുക്ക് ഈ ഒരൊറ്റ ട്യൂബ് വെല്ലിൽ നിന്ന് മാത്രം എല്ലായിടത്തേക്കും നമുക്ക് വാട്ടർ സപ്ലൈ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ സിറ്റീസിനെ സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സോണിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്യൂബ് വെൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, വിത്ത് നെസസറി ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. എങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാ ഏരിയാസിലേക്കും വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
ഇനി നമ്മുടെ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ റിവറോ അല്ലെങ്കിൽ റിസർവോയറോ ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ട്യൂബ്വെൽ അല്ല, റിവറോ അല്ലെങ്കിൽ റിസർവോയറോ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ടൗണിന്റെ അടുത്തായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടത്, പ്രിഫറബിളി സെൻട്രൽ പ്ലേസിൽ. എങ്കിലാണ് നമുക്ക് എല്ലാ ഏരിയാസിലേക്കും ഒരേപോലെ വാട്ടർ സപ്ലൈ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ സിറ്റി എന്ന് പറയുന്നത് ഒരു റിവറിന്റെ തീരത്താണ്, ബാങ്ക് ഓഫ് എ റിവറിലാണ് ഈ സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ത് ചെയ്യണം? ഈ സോഴ്സിന്റെ അടുത്ത് വേണം ലൊക്കേറ്റ് ചെയ്യാൻ. അതായത് റിവർ ആണെന്നുണ്ടെങ്കിൽ ആ റിവറിന്റെ അടുത്തായിരിക്കണം നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, എന്താന്ന് വെച്ചാൽ ബിക്കോസ് ഇൻ ദിസ് കേസ് ദ ലെങ്ത് ഓഫ് റൈസിംഗ് മെയിൻസ് വിൽ ബി സ്മോൾ. ഓക്കെ, അതാണ് നമ്മൾ സൈറ്റ് സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ഓഫ് യൂണിറ്റ് ഓപ്പറേഷൻസ് ആൻഡ് യൂണിറ്റ് പ്രോസസ്സസ്. ഓക്കെ, യൂണിറ്റ് ഓപ്പറേഷൻസും യൂണിറ്റ് പ്രോസസ്സും. യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ അത് ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണ് ടു റിമൂവ് പൊല്യൂട്ടൻസ് പ്രസന്റ് ഇൻ ദ വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ. അതായത് നമ്മുടെ വാട്ടറിലുള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുന്ന യൂണിറ്റ് ഓപ്പറേഷൻസ് ആണ് ഇതെല്ലാം: മിക്സിങ്, സ്ക്രീനിങ്, അജിറ്റേഷൻ, എയറേഷൻ, അബ്സോർപ്ഷൻ, ഡിസ്റ്റിലേഷൻ, ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെങ്കിൽ സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ. ഇതെല്ലാം എന്താ? നമ്മുടെ വാട്ടറിലുള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണ്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് യൂണിറ്റ് പ്രോസസ്. യൂണിറ്റ് പ്രോസസ് എന്ന് വെച്ചാൽ അതൊരു കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ കൺവേർഷൻ ഓഫ് ദ ഇംപ്യൂരിറ്റീസ് ആണ്. നമ്മുടെ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിന്റെ കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് വേരിയസ് യൂണിറ്റ് പ്രോസസ്: ഓക്സിഡേഷൻ, നൈട്രിഫിക്കേഷൻ, കൊയാഗുലേഷൻ, ക്ലോറിനേഷൻ, ഡിസിൻഫെക്ഷൻ. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് പ്രോസസ്. അതെന്ന് വെച്ചാൽ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ കളയാനുള്ള കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ് ആണ്. ഇനി യൂണിറ്റ് ഓപ്പറേഷൻസ് എന്ന് വെച്ചാലോ നമ്മുടെ വാട്ടറിലുള്ള പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനുള്ള ഫിസിക്കൽ ഓപ്പറേഷൻസ് ആണ്. രണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതിനുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഓരോരോ സ്റ്റെപ്പുകളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിലെ ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യമാണ് എന്ത്? സ്ക്രീനിങ്. ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റില് ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യമാണ് വാട്ടർ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ബേസിക്കലി അതെന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? സ്ക്രീനിങ് എന്താ ചെയ്യുന്നത്? നമ്മുടെ വാട്ടറിലുള്ള ബിഗ്ഗർ സൈസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. ലൈക്ക് ട്രീ, അതിന്റെ ബ്രാഞ്ചസ്, സ്റ്റിക്കുകള്, ഇലകള്, വെജിറ്റേഷൻ, ഫിഷ്, ആനിമൽസ്, ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ബിഗ് സൈസിലുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? സോളിഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അത് നമ്മുടെ പ്രോസസ് എക്യുപ്മെന്റ്സിന് ഡാമേജ് ഉണ്ടാക്കും, വാട്ടർ വേസിനെ കണ്ടാമിനേറ്റ് ചെയ്യും, നമ്മുടെ വാട്ടർ സപ്ലൈന്റെ ഹോൾ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇതേപോലത്തെ സോളിഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യമാണ് ശരിക്കും നമ്മൾ ഈ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വാട്ടർ എടുക്കുന്ന ഇൻടേക്ക് സ്ട്രക്ചേഴ്സിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് സ്ക്രീൻസ്. ഇതാണ് അതിന്റെ ഒരു ഫിഗർ നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഇതേ കണ്ടോ? ഇവിടെ ഇതേപോലെ നമ്മൾ വാട്ടർ പാസ് ചെയ്ത് കഴിയുമ്പോൾ വലിയ വലിയ സൈസുള്ള മെറ്റീരിയൽസ് ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. നമ്മളൊരു അരിപ്പയിൽ കൂടി വെള്ളം ഒഴിക്കുന്ന പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, അതിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയാം. അപ്പോൾ ഈ സ്ക്രീൻസ് രണ്ട് രീതിയിലുണ്ട്. ഫിക്സഡ് സ്ക്രീൻസും ഉണ്ട്, മൂവബിളും ഉണ്ട്. അവിടെ ഫിക്സ് ആയിട്ടിരിക്കുന്നതും മൂവബിൾ ആയിട്ടിരിക്കുന്നതും ഉണ്ട്. അപ്പോൾ ഫിക്സഡ് സ്ക്രീൻസ് എന്ന് വെച്ചാൽ അത് പൊസിഷൻ അതിന്റെ പെർമനന്റ് ആയിരിക്കും, അത് നമുക്ക് റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. മൂവബിൾ ആണെങ്കിലോ നമ്മൾ ഓപ്പറേറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് തങ്ങി നിന്ന പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനൊക്കെ ഈസിയാണ്. ക്ലീനിങ് എളുപ്പമായിട്ട് നമുക്ക് ശരിക്കും മൂവബിൾ സ്ക്രീൻസിൽ പറ്റും. ഇനി സ്ക്രീനിനെ അതിന്റെ ഓപ്പണിങ്ങിന്റെ ബേസിസിൽ സൈസ് ഓഫ് ഓപ്പണിങ്ങിനെ വെച്ചിട്ട് മെയിൻ ആയിട്ട് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോഴ്സ് സ്ക്രീനും ഉണ്ട്, ഫൈൻ സ്ക്രീനും ഉണ്ട്.
ഓക്കെ, കോഴ്സ് എന്താ ഫൈൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി പേര് കേൾക്കുമ്പോൾ തന്നെ ഗസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. കോഴ്സ് സ്ക്രീൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കുറച്ചുകൂടി വലിയ സൈസുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. കോഴ്സ് സ്ക്രീൻസിന്റെ വേറൊരു പേരാണ് ട്രാഷ് റാക്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫൈൻ സ്ക്രീനിന്റെ മുമ്പിലാണ് വെക്കുക. അതായത് ഒരു വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം കോഴ്സ് സ്ക്രീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറിനെ പാസ് ചെയ്ത് വിടുമ്പോൾ ബിഗ്ഗർ സൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓർഗാനിക് സോളിഡ്സിനെ നമുക്ക് ആദ്യമേ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് സ്ക്രീൻസിൽ പാരലൽ ആയിട്ടുള്ള അയൺ റോഡ്സ് ആണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. വെർട്ടിക്കലി നമ്മൾ വെക്കും, അല്ലെങ്കിൽ നമ്മൾ ചെറിയ സ്ലോപ്പും കൊടുക്കും. രണ്ട് രീതിയിലും നമുക്ക് പ്ലേസ് ചെയ്യാം. അതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 to 5 സെന്റിമീറ്റർ എപ്പാർട്ടാണ്. ഈ ഒരു ഫിഗർ കണ്ടല്ലോ, ഇതേപോലെ വെർട്ടിക്കൽ ആയിട്ട് പാരലൽ ആയിട്ടാണ് നമ്മൾ ഈ റോഡ്സ് പ്ലേസ് ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്ലോപ്പ് ഉള്ള രീതിയിലോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ റോഡ്സും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2.5 to 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതേ കണ്ടില്ലേ, ഈ വലിയൊരു സ്ക്രീൻ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു, കോഴ്സർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, പ്ലാസ്റ്റിക് കവർ, കുറെ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ അവിടെ എന്ത് ചെയ്യും, കിടക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോർമലി അതിന് കൊടുക്കുന്ന ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 45 degree to 60 degree to the horizontal ആണ്. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുനിന്ന് മെറ്റീരിയൽസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഈ വാട്ടർ ഇതിൽ കൂടി പാസ് ചെയ്ത് പോകുന്നതിനും ഒരു വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് ഇതിലുള്ള മെറ്റീരിയൽസിനെ ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഒരു 0.8 to 1 meter/second വെലോസിറ്റിയിലാണ് നമ്മൾ ഈ സ്ക്രീൻസിന്റെ ഉള്ളിൽ കൂടി വാട്ടർ പാസ് ചെയ്ത് വിടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവലി അല്ലെങ്കിൽ മെക്കാനിക്കലി ഇതിന്റെ അപ്സ്ട്രീം സൈഡിൽ കെട്ടിക്കിടക്കുന്ന ഈ വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് കോഴ്സ് സ്ക്രീനിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഇനി അടുത്തതാണ് എന്ത്, നമ്മുടെ ഫൈൻ സ്ക്രീൻ എന്ന് പറയുന്നത്. ഫൈൻ സ്ക്രീൻ കുറച്ചും കൂടി ചെറുതായിരിക്കും. ഓക്കെ, അത് കൂടുതലും നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത് വൂവൻ വയർ മെഷ് വെച്ചിട്ടാണ് ഫൈൻ സ്ക്രീൻസ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഓപ്പണിങ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 6 mm² കൂടാൻ പാടില്ല. ഓക്കെ, നോട്ട് മോർ ദാൻ 6 mm² ആണ് ഫൈൻ സ്ക്രീനിന്റെ ഓപ്പണിങ്സ്. അപ്പൊ ശരിക്കും അതെന്താ ചെയ്യുന്നത്, കോഴ്സ് സ്ക്രീനിൽ നമ്മൾ വലിയ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്തെങ്കിൽ ഫൈൻ സ്ക്രീൻ ആവുമ്പോൾ അവിടെ ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സ് ആണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്പണിങ്ങിന്റെ സൈസ് നമ്മൾ കണ്ടല്ലോ, ചെറുതാ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും, അവിടെ ക്ലോഗിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ മെറ്റീരിയൽ ഒക്കെ വന്ന് അടിഞ്ഞുകൂടി എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ അത് ബ്ലോക്കായി നിന്ന് ക്ലോഗിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും നല്ല ക്ലീൻ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂവബിൾ ഫൈൻ സ്ക്രീൻസ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം പെർമനന്റ് ആയി അത് അവിടെ വെക്കുന്നതിനേക്കാളും മൂവബിൾ ആയിട്ടുള്ള സ്ക്രീൻസ് ആണ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈസി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ഫൈൻ സ്ക്രീൻസ് കൂടുതലും നമ്മൾ മൂവബിൾ ആയിട്ടാണ് വെക്കുക. ഇതാണ് ഫൈൻ സ്ക്രീനിന്റെ ഒരു ഫിഗർ. നിങ്ങൾ അതിന്റെ മെഷിന്റെ സൈസ് ഒക്കെ കണ്ടല്ലോ, വളരെ ചെറുതാണ്. അപ്പൊ കുറച്ചും കൂടി ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് അതിൽ കൂടി റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, ആ രണ്ട് രീതിയിലാണ് സ്ക്രീൻസ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഈ ട്രീറ്റ്മെന്റിന്റെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെഡിമെന്റേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.